everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 16th lecture on the subject Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on capital gains, and in this lecture, we are going to discuss another problem on capital gains. We are going to discuss the question. From the following information, compute capital gains for the year 2019-20 in respect of Mr. Rashid. രണ്ട് ഹൗസസിൻ്റെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് 2019-20 ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന്. ഡേറ്റ് ഓഫ് പർച്ചേസ് ചെയ്ത ഡേറ്റ് ഹൗസ് 1 2nd May 1997 ആൻഡ് ഹൗസ് 2 2nd December 2000. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഹൗസ് 1ൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3,80,000 ആണ്. ദെൻ ഹൗസ് 2ൻ്റെത് 5 lakh. ദെൻ കോസ്റ്റ് ഓഫ് അഡീഷണൽ കൺസ്ട്രക്ഷൻ ഇൻ 1999 അഡീഷണൽ കൺസ്ട്രക്ഷൻ ചെയ്തതിൻ്റെ കോസ്റ്റ് ഹൗസ് 1ന് 20,000 ഹൗസ് 2ന് 50,000 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 1/4/2001 ഹൗസ് 1ൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 3,50,000 ആണ്. 1/4/2001 ഹൗസ് 2ൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 25 lakhs ആണ്. ദെൻ കോസ്റ്റ് ഓഫ് അഡീഷണൽ കൺസ്ട്രക്ഷൻ ഇൻ 2013-14 അഡീഷണൽ കൺസ്ട്രക്ഷൻ ചെയ്തതിൻ്റെ കോസ്റ്റ് ഹൗസ് 1ന് 3 lakhs ആൻഡ് ഹൗസ് 2ന് 15 lakhs. Then sold the property in January 2024, rupees 12 lakhs for house 1 and rupees 95 lakhs for house 2. Then selling expenses for house 1 rupees 25,000 and for house 2 rupees 50,000. Okay. Cost inflation index 2001 to 100, 2013-14 220, 2019-20 289. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. ആദ്യം ഹൗസ് 1ൻ്റെ കേസിലുള്ള ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. ഹൗസ് 1ൻ്റെ കേസിൽ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം ഹൗസ് 1 പർച്ചേസ് ചെയ്തത് 2nd May 1997 ദെൻ അത് സെയിൽ നടത്തിയിരിക്കുന്നത് ജാനുവരി 2020 വിച്ച് മീൻസ് അത് 36 months കൂടുതൽ ഹെൽഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിലുള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ ഇയർ 2019-20 ഹൗസ് 1. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത പ്രൈസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെയിൽ നടന്ന പ്രൈസ് എത്രയാണ് എന്നുള്ളത്. ഹൗസ് 1ൻ്റെ കേസിൽ 12 lakh rupees ആണ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 12 lakh rupees. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ലെസ് സെല്ലിംഗ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിലുണ്ട്. ഹൗസ് 1ന് 25,000 ആണ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയ 12 lakhൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് ആയ 25,000 ലെസ് ചെയ്യുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ കിട്ടും. നെറ്റ് കൺസിഡറേഷൻ 11,75,000 ആണ്. ഓക്കെ. ഈ നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ. ഹൗസ് 1ൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് 1 പർച്ചേസ് ചെയ്തത് 2nd May 1997 അതായത് ഈ ഒരു അസറ്റ് അക്യൂർ ചെയ്തത് 1/4/2001 മുന്നേ ആണ്. ആ ഒരു കേസിൽ അസറ്റ് അക്യൂർഡ് ബിഫോർ 1/4/2001 ആ ഒരു കേസിലുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ. നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ
കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഹൗസ് 1ൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 3,80,000 റുപ്പീസ് ആണ്. ദെൻ 1/4/2001 ഉള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഹൗസ് 1ന് 3,50,000 ആണ്. അപ്പോൾ ഇതിൽ ഹയർ ആയിട്ടുള്ളത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ടുള്ള 3,80,000 റുപ്പീസ് ആണ്. ദെൻ ആ 3,80,000 റുപ്പീസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കും. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നമുക്കറിയാം. Cost of acquisition into cost inflation index for the year in which the asset is sold divided by cost inflation index for the first year in which the asset was held or cost inflation index on 1/4/2001 whichever is later. Cost of acquisition 3,80,000 ആണ്. ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. അസറ്റ് സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അസറ്റ് സെയിൽ നടന്നത് 2019-20 ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 whichever is later. അതായത് അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് whichever is later. ഇവിടെ ഹൗസ് 1ൻ്റെ കേസിൽ അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 1997 ആണ്. ദെൻ 1/4/2001 അപ്പോൾ ലേറ്റർ വരുന്നത് 1/4/2001 ആണ്. അപ്പോൾ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുലയിൽ ഈ എമൗണ്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 3,80,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 100. ദെൻ ദ എമൗണ്ട് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കംസ് ടു റുപ്പീസ് 10,98,200. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് ടുക്ക് പ്ലേസ്. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം 1999 ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ 2013-14 ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഇംപ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ 1/4/2001 മുൻപുള്ള അഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1999 നടന്ന അഡീഷണൽ കൺസ്ട്രക്ഷൻ 2001 മുന്നേ ആണല്ലോ. സോ ഇവിടെ ആ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. നമുക്ക് 2013-14 നടന്ന അഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് മാത്രം എടുത്താൽ മതി. ആ കോസ്റ്റ് മാത്രം ഡിഡക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 2013-14 അഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് 3 lakh റുപ്പീസ് ആണ്. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 3 lakh റുപ്പീസ് ആണ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. അസറ്റിൻ്റെ സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അസറ്റിൻ്റെ സെയിൽ നടന്നത് 2019-20 ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് ടുക്ക് പ്ലേസ്. അതായത് അസറ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഈ ക്വസ്റ്റ്യനിൽ 2013-14 ഇംപ്രൂവ്മെൻറ്റ് നടക്കുന്നത്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 220 ആണ്. ദെൻ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. 3 lakh ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 220. ദെൻ ദ എമൗണ്ട് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് 3,94,091. ഓക്കെ, ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും കൂടി ടോട്ടൽ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ടോട്ടൽ 10,98,200. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ടോട്ടൽ 3,94,091. ഈ 2 എമൗണ്ട്സും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ 14,92,291. നെറ്റ് കൺസിഡറേഷൻ 11,75,000 ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും കൂടി ടോട്ടൽ 14,92,291 ആണ്. അപ്പോൾ അവിടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഇവിടെ നെറ്റ് കൺസിഡറേഷനേക്കാളും കൂടുതലാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് കൺസിഡറേഷനിൽ നിന്നും
ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും കൂടി ടോട്ടൽ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് ഫിഗറാണ് ലഭിക്കുക. ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഓക്കെ, ഇവിടെ നെറ്റ് കൺസിഡറേഷനായ 11,75,000 നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും കൂടി ടോട്ടലായ 14,92,291 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് റുപ്പീസ് 3,17,291. ഇനി അടുത്തത് ഹൗസ് 2ൻ്റെ കേസിലുള്ള ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. ഹൗസ് 2 പർച്ചേസ് ചെയ്തത് 2 ഡിസംബർ 2000 ദെൻ സെയിൽ നടന്നത് ജാനുവരി 2020 വിച്ച് മീൻസ് ബിൽഡിംഗ് 2 36 മന്ത്സിൽ കൂടുതൽ ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിനെ ട്രാൻസ്ഫറിൽ നിന്നും അറൈസ് ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഹൗസ് 2ൻ്റെ കേസിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ക്വസ്റ്റ്യനിലുണ്ട്. സെയിൽ നടന്നിരിക്കുന്നത് 95 lakhs-നാണ്. സോ 95 lakhs rupees ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഹൗസ് 2ൻ്റെ. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്. ഹൗസ് 2-ന് 50,000 ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനായ 95 lakhs rupees-ൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസസ് ആയ 50,000 rupees ലെസ് ചെയ്യുമ്പോൾ ഹൗസ് 2ൻ്റെ കേസിൽ നെറ്റ് കൺസിഡറേഷൻ 94,50,000 rupees ആണ്. ഓക്കെ, നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഹൗസ് 2ൻ്റെ കേസിൽ നോക്കിയാൽ അറിയാം, ഹൗസ് 2 പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2 ഡിസംബർ 2000 അതായത് 1/4/2001 മുന്നേ ആണ് ഹൗസ് 2 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/4/2001 മുന്നേ അക്യൂർ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ. ഹൗസ് 2ൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 5 lakhs-ഉം ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 25 lakhs-ഉം ആണ്. വിച്ച് മീൻസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 ആണ് ഹയർ. സോ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയ 25 lakh ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നമുക്കറിയാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഇസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. ഈ സെക്കൻഡ് ഹൗസിൻ്റെ കേസിൽ അസറ്റ് ഹെൽഡ് ചെയ്ത് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2000 ആണ്. ദെൻ 1/4/2001. അപ്പോൾ ലേറ്റർ വരുന്നത് 1/4/2001 ആണ്. അപ്പോൾ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. ഓക്കെ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 25 lakhs ആണ്. ദെൻ അസറ്റിൻ്റെ സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, അസറ്റിൻ്റെ സെയിൽ നടന്നത് 2019-20 ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. ദെൻ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു. 2001-2 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 ആണ്. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇങ്ങനെയാണ് വരുന്നത്. 25 lakhs into 289 divided by 100. Then the amount of indexed cost of acquisition comes to rupees 72,25,000. Then indexed cost of improvement. Indexed cost of improvement in the formula namakkariyam. Cost of improvement into cost inflation index for the year in which the asset is sold divided by cost inflation index for the year in which the improvement to asset took place. House 2ൻ്റെ കേസിലും അഡീഷണൽ കൺസ്ട്രക്ഷൻ 1999-ലും 2013-14 ചെയ്തിട്ടുണ്ട്. 1/4/2001 മുന്നേ ചെയ്ത അഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യില്ല. 2013-14 ചെയ്ത അഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2013-14 അഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15 lakh ആണ്. ദെൻ
അസറ്റിൻ്റെ സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അസറ്റിൻ്റെ സെയിൽ നടന്നത് 2019-20 ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇംപ്രൂവ്മെൻറ്റ് നടന്ന വർഷം 2013-14 ആണ്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 220 ആണ്. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത് 15 lakhs into 289 divided by 220. Then the amount of indexed cost of improvement comes to rupees 19,70,455. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയ 72,25,000ൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയ 19,70,455ൻ്റെയും കൂടി ടോട്ടൽ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും കൂടി ടോട്ടൽ 91,95,495 കിട്ടും. നെറ്റ് കൺസിഡറേഷനായ 94,50,000ൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെയും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും ടോട്ടലായ 91,95,455 ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് റുപ്പീസ് 2,54,545. ഓക്കെ. ഹൗസ് 1ൻ്റെ കേസിൽ നമുക്ക് കിട്ടിയത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്, റുപ്പീസ് 3,17,291. ദെൻ ഹൗസ് 2ൻ്റെ കേസിൽ നമുക്ക് കിട്ടിയത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, റുപ്പീസ് 2,54,545. ദെൻ ഈ ഹൗസ് 1ൻ്റെ കേസിലെ ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ ഹൗസ് 2ൻ്റെ കേസിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. നെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അതായത് 3,17,291 മൈനസ് 2,54,545. അതായത് ഹൗസ് 1ൻ്റെ കേസിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഹൗസ് 2ൻ്റെ കേസിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് സെറ്റ് ഓഫ് ചെയ്തു. ദെൻ അവിടെ ഇനി ബാക്കിയുള്ള നെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 62,746 ആണ്. ഓക്കെ. Hope you all understand this problem. Thank you.